എന്നാലും വിനുവേട്ടന് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലല്ലോ. അറസ്റ്റ് ചെയ്യത്തക്ക വണ്ണം ഇങ്ങനെ ഒരു ആക്സിഡന്റുമായിട്ട് വിനുവേട്ടൻ എന്തായിരിക്കും ബന്ധം? അതെനിക്ക് മനസ്സിലാവാത്തത്. DGP വൈഗ ജഗന്റെ സുഹൃത്തല്ലേ? അവരെ കണ്ട വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. മനസ്സാ വാച കർമ്മണ അറിയാത്ത കുറ്റത്തിന് പാവം വിനുവേട്ടനെ ആരോ ചതിച്ചതാ. ആ പാവത്തെ രക്ഷിക്കണം ജഗ. ജഗന് മാത്രമേ ഇതിന് കഴിയൂ. എന്നെ സഹായിച്ചേ മതിയാവൂ. വണ്ടിയിടിച്ച് രണ്ടുപേരെ കൊന്നിട്ട് മുങ്ങി നടക്കുന്ന ആളാ ഞാൻ. അക്കാര്യമോർത്ത് സമനില തെറ്റി നടക്കുന്ന ഞാൻ എങ്ങനെ ആക്സിഡന്റ് കേസിൽപ്പെട്ട വിനുവേട്ടനെ രക്ഷിക്കും വന്നനെ? ജഗ, എന്താ ആലോചിക്കുന്നേ? അത് പിന്നെ വിനുവേട്ടനെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ ACP കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം രാത്രി വളരെ വൈകിയല്ലേ? നാളെ രാവിലെ തന്നെ പോയി ACPയെ കാണാം. ദേമോളെ വീട്ടിലാക്കിയിട്ട് ഞാനും വരാം. എന്താ? നമുക്ക് നാളെ രാവിലെ തന്നെ പോവാം. ജഗൻ, ഇന്നലെ ഞാൻ CMന്റെ സെക്യൂരിറ്റി ഡ്യൂട്ടിയിലായിരുന്നു. ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു വിട്ടയച്ചു എന്നൊന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. വിനു നിരപരാധിയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാ അങ്ങനെയല്ല. രാജീവ് മേനോൻ കൊല്ലപ്പെട്ട കേസിലാണ് അയാളെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മേനോൻ വധക്കേസിലോ? ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതിന് പകരമായിട്ടാണ് വിനുവേട്ടൻ കുടുങ്ങിയിരിക്കുന്നത്. ഇതിലെന്തോ ചതിയുണ്ട്. മാഡം പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. രാജീവ് സാറിന്റെ മരണത്തിന് കാരണമായ ആക്സിഡന്റിന് എങ്ങനെ വിനുവേട്ടൻ പ്രതിയാവും? അന്ന് അപകടം നടക്കുമ്പോ വിനുവേട്ടൻ ഞങ്ങളുടെ കൂടെ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. വീഡിയോ പരിശോധിച്ച മേഡത്തിന് ഇത് മനസ്സിലാവും. അയാൾ ആ കല്യാണ മണ്ഡപത്തിൽ ഉണ്ടായിരുന്ന എന്റെ ഒറിജിനൽ വീഡിയോ എന്നാ ഹാജരാക്കണം. മൊത്തം ദുരൂഹതകളാണല്ലോ. ഏതായാലും അന്വേഷണ ചുമതല എനിക്കാണല്ലോ ജഗൻ. ജഗൻ എന്നെ നന്നായിട്ട് അറിയാലോ. ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് കണ്ടെത്തി അകത്താക്കിയിട്ടേ ഈ വൈക മടങ്ങും. രാജീവ് വധക്കേസിലെ യഥാർത്ഥ പ്രതി മാഡം. ജഗ, എനിക്ക് അർജന്റായിട്ടൊരു കേസ് അറ്റൻഡ് ചെയ്യാൻ പോണം. ഞാനിത് വിശദമായിട്ട് അന്വേഷിച്ചോളാം. ഓക്കെ? പക്ഷേ ഇപ്പൊ വിനുവിനെ വിട്ടയക്കാൻ സാധിക്കില്ല. അയാളെ ആരും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇറങ്ങട്ടെ. ശരി. വിനുവേട്ടന്റെ ഈ അറസ്റ്റിന് പിന്നിൽ കളിച്ചത് അച്ഛനായിരിക്കും. ഞാൻ കുടുങ്ങാതിരിക്കാൻ കരുക്കൾ നീക്കിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നല്ലോ. അച്ഛൻ നീക്കിവെച്ച കരു വിനുവേട്ടൻ തന്നെ ആയിരിക്കും. ഇയാൾക്ക് എന്നോടെന്തോ ചൊരുക്കുണ്ട്. അതിന്റെ ചൊറിച്ചില് അതൊന്ന് തീർത്തെടുക്കണം. രാജീവിന്റെ അപകട മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രാഗിയും തയ്യാറെടുക്കല്ലേ? ആ സ്ഥിതിക്ക് കുറിപ്പ് സ്വാധീനത്തിലുണ്ടാവണം.
അതില്ലല്ലോ. വിനുവിന്റെ കാര്യം അന്വേഷിക്കണമെന്ന് പ്രകാശേട്ടനോട് ഞാനും പറഞ്ഞതല്ലേ. ആക്സിഡന്റ് എന്താണെന്ന് അന്വേഷിച്ചു വരാൻ ഞാൻ ഇപ്പോഴും പ്രകാശേട്ടന്റെ കാല് പിടിച്ചതാ. പക്ഷെ കേട്ടില്ല. കാരണം സ്ത്രീധനം കിട്ടാതെ കെട്ടേണ്ടി വന്ന ഒരു ശാപം പിടിച്ച സാധുവായി പോയില്ലേ ഞാൻ. എനിക്ക് ജോലി ശമ്പളം ഉള്ളപ്പോ മനോജ് എന്റെ ചെലവിലായിരുന്നു. അന്ന് ഞാൻ പറയുന്നതൊക്കെ അവൻ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് വരുമാനം ഇല്ലാതായപ്പോ മനോജും എന്നെ അനുസരിക്കുന്നില്ല. വിനുവിന്റെ അവസ്ഥയെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ. ജഗനെയും വന്ദനയും ഒന്നും കാണാനുമില്ല.